ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷകരിലേക്ക് സുസ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. അതായത് വ്യാഴമാറ്റം. ഈ വരുന്ന ജൂൺ 2-ാം തീയതി വ്യാഴം മാറുന്നു. വ്യാഴം മാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു വ്യാഴമാറ്റമാണിത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വ്യാഴമാറ്റം കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം അഷ്ടമത്തിലായിരുന്നു. അതിൻ്റേതായ കഷ്ടതകളും ദുഃഖങ്ങളും പിന്നെ ഒരുപാട് ജീവിതത്തിലെ പല കാര്യങ്ങളും തടസ്സങ്ങളോ ബ്ലോക്കോ ഒക്കെ അനുഭവിച്ചിട്ട് നിൽക്കുന്നവരാണ് വൃശ്ചികക്കൂറുകാർ. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ സ്ഥിരം വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം അവരവരുടെ കൂറ്. കാരണം വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയാണ്. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ അവസാന പാദം മാത്രം, ബാക്കിയുള്ളവർക്ക് സമയം നല്ലതാണ്. ആദ്യത്തെ 3 പാദക്കാർക്ക് സമയം നല്ലതാണ്. അനിഴം തൃക്കേട്ട വിശാഖ അവസാന പാദക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുക. അതിൽ വ്യാഴം അഷ്ടമത്തിൽ വന്നപ്പോൾ അനുഭവിച്ച കഷ്ടതകളെല്ലാം തീർന്ന് ഈ ജൂൺ 2 മുതൽ സർവേശ്വരകാരകനായ വ്യാഴം നിങ്ങളെ ഭാഗ്യസ്ഥാനത്തേക്ക് വന്ന് അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് മാറുന്നതും 10-ൽ കർമ്മസ്ഥാനത്തേക്കായിരിക്കും. അത് നല്ലതാണ്. അത് കഴിഞ്ഞ് പിന്നെ മാറുന്നത് 11-ൽ ലാഭസ്ഥാനത്തേക്കാണ്. വളരെ സിമ്പിളായിട്ട് എടുത്ത് പറഞ്ഞാൽ, അടുത്ത് വരുന്ന ഈ ജൂൺ തൊട്ട് 3 വർഷം വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഒരു കൂറുകാരാണ്. വ്യാഴമാറ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കാൻ കഴിയുന്ന കൂറുകാരാണ് വൃശ്ചികക്കൂറുകാരായ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരും വിശാഖത്തിൻ്റെ അവസാന പാദക്കാരും. ഇനി അത് എന്തുകൊണ്ടെന്ന് കൂടി പറയാം. പൊതുവിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ധന ഭാവാധിപതിയും അതുപോലെ തന്നെ പൂർവ്വപുണ്യ ഭാവാധിപതിയും അവരുടെ ബുദ്ധി, പ്രജ്ഞ, മേധ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട ഭാവാധിപതിയാണ് വ്യാഴം. ആ വ്യാഴമാണ് 9-ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്നുള്ളതല്ല, അതിലുപരി 12 വർഷത്തിലൊരിക്കൽ, ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ മാത്രമാണ് വ്യാഴം, സർവേശ്വരകാരനായ വ്യാഴം ഉച്ചനായിട്ട് വരുന്നു. ഉച്ചനായിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണ ബലവാനായിട്ടാണ്. അതായത് അദ്ദേഹം വാരിക്കോരി സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുൾ പവറിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത്തവണത്തെ വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം വരുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടതകൾ, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യത ഇതെല്ലാം മാറി വരും. അതുപോലെ തന്നെ പുതിയ പുതിയ ധനപരമായിട്ട് ആർജിക്കാനും ധനം നേടാനുമുള്ള ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരും. ബിസിനസ്സിൽ പുതിയ പദ്ധതികളും പുതിയ ഫിനാൻസ് പാർട്ട്നേഴ്സ് വരും. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ ആശയങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടും. പുതിയ ധനം വരാനുള്ള പദ്ധതികൾ വരും. ഇതെല്ലാം ഉപയോഗപ്പെടുത്തണം. നമ്മൾ പണ്ടുള്ളവർ പറയും, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് അറുക്കാം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല കാലം വരുമ്പോൾ നമുക്ക് ഈശ്വരൻ കൊണ്ടുതരുന്ന ഭാഗ്യങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തി അതിനെ സൂക്ഷിച്ചാൽ പിൽക്കാലത്ത് കഷ്ടകാലം വരുമ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഈ വരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ശ്രേഷ്ഠ കാലമാണ്. എന്നാൽ 10-ൽ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് കേതു പ്രീതി വരുത്തി തന്നെ പോകണം. പിന്നെ നിങ്ങളുടെ ദശ അപകാരങ്ങളുടെ അവസ്ഥകളൂടെ ചിന്തിക്കണം ജാതകാൽ. അതിൽ എവിടെയെങ്കിലും കേതുവിൻ്റെ അപഹാരമോ ദശയോ അല്ലെങ്കിൽ കേതുവിൻ്റെ അനിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അതിനു കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു സുവർണ്ണ കാലഘട്ടം വരുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒരു മാറ്റം, ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടതകളിൽ നിന്ന് മുക്തി നേടി ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം, തിരിച്ചറിവുകൾ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടം. ഇന്നലകളിൽ നമ്മളെ കഷ്ടകാലത്ത് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവോടുകൂടി ഈശ്വരാധീനത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുപാട് നീട്ടി വലിച്ചു പറയേണ്ട കാര്യമില്ല. അനിഴം തൃക്കേട്ട അതുപോലെ തന്നെ വിശാഖത്തിൻ്റെ അവസാന പാദക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റത്തോടെ നിങ്ങൾ രക്ഷപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും
ജാതകാൽ എന്തെങ്കിലും പൂർവ്വ ജന്മദോഷങ്ങളോ അതല്ലെങ്കിൽ ജനിച്ച തറവാട്ടിൻ്റെ ശാപദോഷങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലോക്ക് കിടന്നാൽ മാത്രമേ നമുക്ക് വരേണ്ട ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവ് വരുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ചെറിയ മന്ദത വരുള്ളൂ. ബാക്കി ഭഗവാൻ ഏറ്റവും അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്, തീർച്ചയായിട്ടും ഗുണം വരും. നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം. കൂടുതലൊന്നും പറയേണ്ടതില്ല, നിങ്ങൾ രക്ഷപ്പെടും 100%. പക്ഷേ അത് എങ്ങനെയാണ്, ആരും കൊണ്ടുവന്ന് കയ്യിൽ തരില്ല. ഒരു ഈശ്വരനും നമുക്ക് വന്ന് കൈ പിടിച്ചെഴുതിക്കത്തില്ല. ഭഗവാൻ എപ്പോഴും സാക്ഷി മാത്രമാണ്. നമുക്ക് ധനവും ഐശ്വര്യവും ഭാഗ്യവും വരാനുള്ള വഴികൾ, നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ പദ്ധതികൾ, അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ, ഇതെല്ലാം ഭഗവാൻ കൊണ്ടുതരും. അത് നമ്മുടെ മുന്നിൽ വരുന്ന അത്തരം പ്രപഞ്ചശക്തി തരുന്ന അവസരങ്ങളെ യുക്തിയും ബുദ്ധിയും നമ്മുടെ പ്ലാനിങ്ങും കൊണ്ട് വിജയിപ്പിക്കുന്നവരാണ് വിജയിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു അമ്പലത്തിൽ പോയി ഒരു വലിയ വഴിപാട് ചെയ്തിട്ടോ വലിയ ഹോമം ചെയ്താലൊന്നും ജീവിതത്തിൽ വിജയിക്കില്ല. ജീവിത വിജയം എപ്പോഴും നമ്മളെയും കൂടെ യുക്തിയും ബുദ്ധിയാണ്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യമേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും അതുപോലെ കൺസൾട്ടിങ്ങിനും എന്തായിരുന്നാലും വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ തന്ന് ധാരാളമായി സഹായിക്കുന്ന നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. എന്നും നമ്മൾ ഒരു മനസ്സായി മുന്നോട്ട് നീങ്ങട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, പ്രപഞ്ചശക്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.